ഹലോ. സാറേ, പോഷൻ ട്രാക്കറിലെ ഒരു പ്രഗ്നൻ്റ് പെട്ടെന്ന് അതൊന്നിൽ കാണാനില്ല. കാരണം അവരുടെ ഒരു ഡെലിവറി ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മാസം 13-ാം തീയതിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ആ പ്രഗ്നൻ്റ് ലിസ്റ്റിലില്ല. നമ്മൾ ഡെയിലി ഇതിൽ കൊടുക്കുന്ന അതിലുമില്ല. ബെനിഫിഷ്യറിൻ്റെ ലിസ്റ്റിലും കാണാനില്ല. അത് PMMY ഒക്കെ അപേക്ഷിച്ച കുട്ടിയാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്തായിരിക്കും അതിന് കാരണം? ഇനിയിപ്പോൾ ഞാൻ LNB മറ്റേ തെറ്റി അടിച്ചതായിരിക്കുമോ? വീണ്ടും ഒന്നും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ഡബിൾ എൻട്രിയോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടാവോ? എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. നിർബന്ധമായിട്ടും ഈ സെഷൻ അവസാനം വരെ കണ്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബട്ടണിൽ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തണം. കാരണം പോഷൻ ട്രാക്കറിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന് നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾ ഇതിന് ഉപകരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടീച്ചർ അയച്ചിട്ടുള്ള സന്ദേശം എന്താണെന്നുള്ളത് ആദ്യം ഒരു വ്യക്തത വരുത്തണം. അതായത് നമ്മളെ ടീച്ചർ സാധാരണ പോലെ തന്നെ എല്ലാ ദിവസങ്ങളും അങ്കണവാടികളിൽ എത്തിയതുപോലെ തന്നെ രാവിലെ അങ്കണവാടികളിലെത്തി പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിന്ന് തിരഞ്ഞു നോക്കുന്ന സമയം, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ലിസ്റ്റ് തിരഞ്ഞു നോക്കുന്ന സമയം സാധാരണ അനുയോജ്യമായിട്ടുള്ള സേവനം പോഷൻ ട്രാക്കറിലൂടെ മാർക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഗുണഭോക്താവിനെ ടീച്ചർക്ക് കാണാൻ ഇല്ല എന്നുള്ള സാഹചര്യം വന്നത്. ആ സമയം ടീച്ചർ ഒരുപാട് നേരം പോഷൻ ട്രാക്കറിനകത്തൊന്ന് പരതി നോക്കി. ആ ഭാഗത്ത് ക്ലൗഡ് ബട്ടണിലും നോട്ടിഫിക്കേഷൻ ബാറിലും മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിലും എല്ലാം ചെക്ക് ചെയ്ത് ആളെ തന്നെ കാണുന്നില്ല എന്നുള്ള സാഹചര്യം ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മളിലേക്ക് ഈ മെസ്സേജ് അയക്കുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് ടീച്ചർ ആ സന്ദേശം അയച്ചത്. കാരണം 7 മാസ കാലയളവിൽ ആ ടീച്ചർ ആ ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയ എൻട്രികൾ എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ANC മുതൽ LMP മുതൽ വാക്സിനേഷൻ മുതൽ ജസ്റ്റേഷണൽ ഗെയിൻ വരെ ഒരുപാട് കാര്യങ്ങൾ, വളർച്ചാ നിരീക്ഷണം, ഹീമോഗ്ലോബിൻ അളവ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള സാഹചര്യമാണുള്ളത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ ഗുണഭോക്താവിനെ കാണാനില്ലാത്ത സാഹചര്യത്തിലാണ് ടീച്ചർ വിഷമിച്ചു പോയത്. ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു, എങ്ങനെയുണ്ടാവുന്നു, ഇതെങ്ങനെ മറികടക്കാം, ഇത് തന്നെയാണ് ഈ സെഷനിലൂടെ കൃത്യമായി അറിഞ്ഞു പോകേണ്ടത്. നമുക്കറിയാം, ഇന്നൊരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിധിയിലുള്ള ടീച്ചറാണ് ആ ഗുണഭോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തേണ്ടത്. അത് പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിലും EKYC ആണെങ്കിലും FRS ആണെങ്കിലും തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും THR വിതരണമാണെങ്കിലും വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തുന്നതാണെങ്കിലും വാക്സിനേഷൻ കൊടുക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ബന്ധപ്പെട്ട ടീച്ചറായിരിക്കും. എന്നാൽ ആ ഗുണഭോക്താവ് അവരുടെ കൺസെൻറ്റോടുകൂടി വേറെ സെൻറ്ററിലേക്കാണ് പോവുകയാണെങ്കിൽ ടീച്ചർ ഇവിടെ നിന്നും ഒന്നും ചെയ്യേണ്ടതില്ല. ആ പോകുന്ന സെൻറ്ററിലെ ആ ടീച്ചറാണ് AWC മൈഗ്രേഷൻ വഴി അവരെ സ്വീകരിച്ചെടുക്കേണ്ടത്. ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ വഴി സ്വീകരിച്ചെടുക്കുന്ന സമയം ആ പോകുന്ന അല്ലെങ്കിൽ ആ ഗുണഭോക്താവ് എങ്ങോട്ടാണോ എത്തുന്നത് ആ സെൻറ്ററിലെ ടീച്ചറാണ് ആ പ്രോസസ്സ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ ടീച്ചറിൻ്റെ ഫോണിനകത്തും ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ ലിസ്റ്റിനകത്ത് AWC മൈഗ്രേഷൻ എന്ന് കാണുന്ന ലിസ്റ്റിനകത്ത് ഈ ഗുണഭോക്താവിനെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ആ ടീച്ചർ മനസ്സിലാക്കുന്നത് ഈ ഗുണഭോക്താവ് വേറൊരു സെൻറ്ററിൽ നിന്നാണ് വന്നത് എന്നുള്ളത്. ആ സെൻറ്ററിൻ്റെ പേരും വിവരങ്ങളൊക്കെ തന്നെ ആ സ്വീകരിച്ചെടുത്ത ടീച്ചർക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഭാഗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് സെൻറ്ററിൽ നിന്നാണോ ആ ഗുണഭോക്താവ് പോയത് ആ സെൻറ്ററിൽ പൊടി പോലും കാണില്ല എന്നുള്ളതാണ്. ആ ഗുണഭോക്താവ് പോയിട്ടുണ്ടോ, പോയോ, എങ്ങോട്ട് പോയി എന്ന് പോലും ഒരു നോട്ടിഫിക്കേഷനും ഇന്ന് പോഷൻ ട്രാക്കറിനകത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ആ സാഹചര്യമാണ് ഇന്ന് നമ്മളെ ടീച്ചറെ വിഷമത്തിലാക്കിയത്. അതായത് ഒരു ഗുണഭോക്താവ് നമ്മളെ സെൻറ്ററിൽ നിന്നും പോകുന്ന സമയം സ്വാഭാവികമായിട്ടും ആ ഗുണഭോക്താവ് ആദ്യം നമ്മളെ അറിയിക്കേണ്ടതാണ്. ഞാൻ ഈ സെൻറ്ററിൽ നിന്നും വേറെ സെൻറ്ററിലേക്ക് പോവുകയാണ് ടീച്ചർ എന്ന് അറിയിക്കുകയാണ്. എന്നാൽ ഒരറിയിപ്പും കിട്ടാതെ ഈ ഗുണഭോക്താവ് പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമാകുന്ന സാഹചര്യം ടീച്ചർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ അറിയിച്ചപ്പോഴാണ് നമ്മൾ AWC മൈഗ്രേഷൻ വഴി ഒന്ന് ചെക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. ടീച്ചർ അപ്രകാരം ആ ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് ആ ഗുണഭോക്താവ് ഊട്ടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു സൂചനയും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു അപേക്ഷയും കൊടുക്കാതെ ആ ഗുണഭോക്താവ് ടീച്ചറോട് പറയാതെയാണ് ഊട്ടി വരെ എത്തിയിട്ടുള്ളത്. ടീച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലാണ് കാണുന്നത്. ഇത് ഊട്ടിയിലെ ഒരു അംഗൻവാടി കേന്ദ്രമാണ് ഈ കാണുന്ന പേര്. പോഷൻ ട്രാക്കറിനകത്ത് നിന്ന് ഒരു ഗുണഭോക്താവ് നമ്മളോട് ചോദിക്കാതെ അല്ലെങ്കിൽ നമ്മളോട് പറയാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പോലും പോഷൻ ട്രാക്കറിനകത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമ്മളെപ്പോലെ ഒരുപാട് ടീച്ചേഴ്സിന് ഇത് ബുദ്ധിമുട്ടാവുന്നത്. ഗുണഭോക്താവും പറയുന്നില്ല, പോഷൻ ട്രാക്കറും പറയുന്നില്ല. ഗുണഭോക്താവിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെരഞ്ഞോടി നിന്നാലും അവരെ കാണാത്തൊരു സാഹചര്യം. അപ്പോൾ ഇത്തരത്തിൽ AWC മൈഗ്രേഷൻ വഴി വേറെ സെൻറ്ററിലേക്ക് സ്വീകരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്കൊരു നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. താങ്ക്